പരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ പ്രസംഗ വിഷയം എനിക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് പടശ്ശേരി തിരുമേനി ഭരണഘടനയും എന്നതാണ്. പടശ്ശേരി തിരുമേനി എന്ന് അറിയപ്പെടുന്ന ഗീവർഗീസ് മാർ ദിവന്നാസിയോസ് തിരുമേനി സഭയുടെ ബിഷപ്പും 15ാമത്തെ മെത്രാപ്പോലീത്തായും സഭയുടെ സ്ഥാപകനും ആയിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം. 2003 അദ്ദേഹത്തിനെ സഭ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. നമുക്കേവർക്കും അറിയാവുന്നതുപോലെ 1858 ഒക്ടോബർ മാസം 31-ാം തീയതി കോകോട്ടിൽ കുടുംബത്തിൽ വടശ്ശേരി വീട്ടിൽ ജോസഫിൻ്റെയും ഏലിയാമ്മയുടെയും മകനായി ജനിച്ച് ഈ ലോക ജീവിതത്തിൽ അദ്ദേഹത്തിന് കിട്ടിയതായ എല്ലാ ദൗത്യങ്ങളും പൂർത്തീകരിച്ച് ഇവിടെ നിന്നും ഫെബ്രുവരി 23-ാം തീയതി 1934 സ്വർഗവാസം സ്വീകരിച്ചു. തൻ്റെ നിത്യ ഭവനത്തിലേക്ക് പോയ ഭാഗ്യസ്മരണാണ് വിശുദ്ധ തിരുമേനി. അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ ബാല്യകാല ജീവിതത്തിലേക്ക് നാം പോകുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അദ്ദേഹത്തിൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം ഒരു അധ്യാപകൻ്റെ കീഴിൽ മലപ്പള്ളിയിൽ നടക്കുകയും പിന്നീട് പ്രൈമറി വിദ്യാഭ്യാസം CMS സ്കൂളിലും ഹൈസ്കൂൾ വിദ്യാഭ്യാസം CMS കോട്ടയത്തും പൂർത്തിയാക്കി. പ്രൈമറി വിദ്യാഭ്യാസം പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന് അന്നത്തെ പാത്രക്കീസായിരുന്ന പത്രോസ് മൂന്നാമൻ ഷമ്മാസ് പട്ടം കൊടുക്കുകയും അതേ തുടർന്ന് പഴയ സെമിനാരിയിൽ ചേർന്ന് വൈദിക പട്ടം കംപ്ലീറ്റ് ചെയ്യുകയും അതേ തുടർന്ന് പരിശുദ്ധ പരിമള തിരുമേനിയുടെ ശിഷ്യനായി അവിടെ എത്തുകയും ചെയ്തു. പിന്നീട് തൻ്റെ പഠനം പൂർത്തിയാക്കിയതിനു ശേഷം MD സെമിനാരിയിൽ പ്രിൻസിപ്പളായി ജോലി ചെയ്യുകയും ഇതിനിടയ്ക്ക് 2 പുസ്തകങ്ങൾ എഴുതുകയും ചെയ്തു. ഒന്നാമത്തെ പുസ്തകം സുറിയാനി പാഠപുസ്തകമെന്നും രണ്ടാമത്തത് മതേതര സാധനങ്ങൾ എന്ന 2 പുസ്തകവും അദ്ദേഹത്തിന് എഴുതുവാനിടയായി. 1903 അദ്ദേഹത്തെ റമ്പാനാക്കുകയും 1879 അദ്ദേഹം പൂർണ്ണ ഷമ്മാസനാകുകയും 1880 പരിശുദ്ധ പരിമള തിരുമേനിയുടെ കരങ്ങളാൽ PJ വർഗീസ് എന്ന നാമത്തിൽ കശീശപദം സ്വീകരിക്കുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹം MD സെമിനാരിയിൽ പ്രിൻസിപ്പളായി ജോലി ചെയ്തു. പിന്നീട് ഉള്ള സമയത്ത് 1908 അദ്ദേഹത്തിന് അതായത് വർഗീസ് റമ്പാനെ ഗീവർഗീസ് മാർ ദിവന്നാസിയോസ് എന്ന പേരിൽ പ്രൊമോട്ടായി, അതായത് തിരുമേനിയായി. ആ തിരുമേനി ആയതിനു ശേഷം അസിസ്റ്റന്റ് മെത്രാപ്പൊലീത്തായിട്ട് ഇവിടെ പ്രവർത്തിക്കുകയും 1909 അദ്ദേഹം മലങ്കര മെത്രാപ്പൊലീത്തായിട്ട് പദവി സ്വീകരിക്കുകയും പിന്നീട് 25 വർഷക്കാലം സഭയെ നയിക്കുകയും ചെയ്തു. ഇതിനോടകത്തെ ഭരണഘടന ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം പരിശ്രമിച്ചു. അതിന് പ്രകാരം ആദ്യമേ ഒരു ഭരണഘടന ഉണ്ടാക്കിയത് തന്നെ ജനാധിപത്യ വാദികളുടെ ഭരണഘടന ഡ്രാഫ്റ്റ് എന്ന രൂപത്തിലാണ് അദ്ദേഹം അതിനെ ഉണ്ടാക്കിയത്. അതിന് പ്രകാരം അത് കേരള കേസരി ഒരു പരമ്പരയായി പബ്ലിഷ് ചെയ്യുകയും ചെയ്തു. അതിനുശേഷം അത് 1932 സെപ്റ്റംബർ 12-13 തീയതികളിൽ ഭരണഘടനാ യോഗം വിളിച്ചു കൂട്ടുകയും അതിൽ പല ചർച്ചകൾ നടത്തുകയും OM ചെറിയാൻ്റെ ആ വിവാദപരമായ ഭരണഘടനകളോട് കൂട്ടിച്ചേർത്ത് അത് രണ്ടാമത് മലയാള മനോരമയിൽ പബ്ലിഷ് ചെയ്യുകയും അതിന് പ്രകാരം അതിനുശേഷം പല ചർച്ചകൾ നടന്നുവെങ്കിലും 1934 ഡിസംബർ 26-ാം തീയതി ഭരണഘടന യോഗത്തെ വിളിച്ചു കൂട്ടുകയും 34 അംഗങ്ങളുള്ള ഒരു ടീമിനെ അവർ ഒത്തുചേർത്തുകൊണ്ട് അതിൽ വേണ്ട അമെൻഡ്മെൻറ്റുകളൊക്കെ ചെയ്തതിന് ശേഷം ഭരണഘടന അന്നവിടെ പാസ്സാക്കുവാൻ സാധിച്ചു. നമ്മുടെ തിരുമേനിയുടെ ആ
ഉറച്ച തീരുമാനം കൊണ്ടാണ് ഇതൊക്കെയും സാധിച്ചത്. ഒരു പ്രാർത്ഥനാ നിരതനായിരുന്നു, ഒരു നിത്യദാർഢ്യമുള്ളവനായിരുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ 75ാമത്തെ റിപ്പബ്ലിക് ഡേയുടെ ആശംസകൾ എല്ലാവരും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിന്നും വിശദീകരിക്കട്ടെ. നന്ദി, നമസ്കാരം. തൃത്വനാമത്തിൽ ഏവർക്കും സ്നേഹമുണ്ട്. യേശുദേവൻ എന്ന ചെറിയ കഥയിൽ KP കേശവൻ പറഞ്ഞു തുടങ്ങുന്നത് മഹാത്മാക്കൾ മരിക്കുന്നില്ല, അവരുടെ ആത്മീയ തേജസ് എല്ലാ കാലഘട്ടത്തിലും നിലനിൽക്കും. KP കേശവന്റെ ഈ വാക്കിന് അന്വർത്ഥമായ ജീവിതം നയിച്ച വ്യക്തിയായിരുന്നു പരിശുദ്ധനായ സഭാവാസനും വട്ടശ്ശേരി മാർദീവന്നാസ്തിരി. ഒരു ജീവിതം കൊണ്ട് ഒരു സാധാരണ സന്യാസ പുരോഹിതന് എന്ത് ചെയ്തു തീർക്കാമെന്ന് നാം ചിന്തിക്കുന്നിടത്ത് അതെല്ലാം ചെയ്തു തീർത്തു കഴിഞ്ഞ് ഇനി ബാക്കി എന്തെങ്കിലും എനിക്കായി അവശേഷിക്കുന്നുണ്ടോ എന്ന് ചിന്തിച്ച മനുഷ്യനായിരുന്നു വട്ടശ്ശേരി മാർദീവന്നാസ്യൂസ് എന്ന മലങ്കരയുടെ പരിശുദ്ധൻ. ഒരു കാലഘട്ടത്തിൽ മലങ്കര സഭയുടെ വളർച്ച എങ്ങനെയായിരിക്കണം, ആ വളർച്ച ഏത് തരത്തിലായിരിക്കണമെന്ന് തന്റെ ജീവിതാനുഭവങ്ങളിൽ കൂടി മനസ്സിലാക്കിയ ഒരാളായിരുന്നു വട്ടശ്ശേരി തിരുമേനി. താനൊരു ഷമാശനായിരുന്ന കാലഘട്ടത്തിൽ മലങ്കര സഭയെ അന്ത്യോക്യൻ സഭയുടെ അധീശത്തിന് കീഴിലേക്ക് കൊണ്ടുവരുവാൻ ശ്രമിച്ചത് ദൃക്സാക്ഷിയായി നിന്നുകൊണ്ട് കാണേണ്ടി വന്നുവെങ്കിൽ പിന്നീട് തന്റെ നിയോഗം ഈ സഭയെ നയിക്കുവാനാണെന്ന് മലങ്കരയുടെ അസോസിയേഷൻ തന്നെ മേൽ ഭരമേൽപ്പിച്ചപ്പോൾ തന്റെ മുൻഗാമി തന്നെ ഭരമേൽപ്പിച്ച ഉത്തരവാദിത്വത്തെ കൃത്യതയോടെ അന്ത്യോക്യയിലേക്ക് പോകുമ്പോഴും അദ്ദേഹം എപ്പോഴും മനസ്സിൽ സൂക്ഷിച്ചിരുന്നത് സഭയുടെ സ്വാതന്ത്ര്യം അത് അടിയറവ് വെക്കുവാൻ സാധിക്കുകയില്ല. ആ ജനാധിപത്യ മൂല്യങ്ങളെ മലങ്കര നസ്രാണികൾ കാലാകാലങ്ങളായി പടിയോലകളിൽ കൂടി ഉറപ്പുവരുത്തിയ ജനാധിപത്യ മൂല്യത്തെ ഭരണഘടനയിലേക്ക് ഉപയോഗിക്കുവാൻ ശ്രമിച്ച, അത് സാധ്യമാകാൻ ശ്രമിച്ച ഒരു വ്യക്തിയായിരുന്നു പരിശുദ്ധനായിരുന്നു. ഓശയെ പോലെ കനാൻ ദേശം കാണുവാൻ സാധിച്ചില്ല എങ്കിലും കനാൻ ദേശത്തെ ചൂണ്ടിക്കാണിക്കുവാൻ അദ്ദേഹത്തിന് സാധിക്കും. 1920കളിലാണ് യഥാർത്ഥത്തിൽ ജനാധിപത്യ മൂല്യങ്ങൾ ഭാരതം മുഴുവനായി വ്യാപിക്കുമ്പോൾ മലങ്കരയിലെ നസ്രാണികൾക്കും തങ്ങളുടെ യാഥാസ്ഥിതിക പടിയോലകളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ജനാധിപത്യ സംവിധാനത്തിൽ കൂടി മലങ്കര മെത്രാപ്പോലീത്തയിൽ മാത്രം കേന്ദ്രീകരിക്കാതെ ഒരു ഭരണ സംവിധാനം വേണമെന്ന ആവശ്യമുണ്ട്. അത് കൃത്യമായി സുറിയാനി സഭ എന്ന മാസികയിൽ കൂടി മലങ്കര നസ്രാണികൾ അറിയിച്ചുകൊണ്ടേയിരുന്നു. അവിടെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. പക്ഷേ ആ അഭിപ്രായ വ്യത്യാസങ്ങളെ മലങ്കര സഭയുടെ ഭരണഘടന എങ്ങനെയായിരിക്കണമെന്ന് കേരള കേസരി എന്ന പത്രത്തിൽ കൂടി ഒരു വർഷക്കാലം ഏകദേശം മാസങ്ങളോളം എഴുതി ജനങ്ങളെ അറിയിക്കുകയാണ് മാധ്യമനാസ്യൂസ് ചെയ്യുന്നത്. ജനാധിപത്യത്തെ നമ്മുടെ ഭരണഘടന ഇന്ന് കൃത്യമായി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ ജനാധിപത്യ മൂല്യം ഭരണഘടന രൂപീകരിക്കുന്നതിൽ കാട്ടിയ വ്യക്തിയായിരുന്നു പരിശുദ്ധനായ വട്ടശ്ശേരി തിരുമേനി. ആദ്യം എങ്ങനെ ഭരണഘടന രൂപീകരിക്കണം, താൻ മലങ്കര മെത്രാപ്പോലീത്തയായിരിക്കുമ്പോൾ ആ മലങ്കര മെത്രാപ്പോലീത്തയുടെ അഭിപ്രായങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് 156 വകുപ്പുകൾ ചേർത്ത് കേരള കേസരിയിൽ വട്ടശ്ശേരി തിരുമേനി തന്റെ ഭരണഘടനയുടെ കരട് രൂപം പ്രസിദ്ധീകരിച്ചുവെങ്കിൽ അതിലെ പല വകുപ്പുകളും, പ്രത്യേകിച്ച് ശ്ലൈഹിക സിംഹാസനം, സഭയുടെ മിഷൻ ദർശനങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇന്നും മലങ്കര സഭയുടെ ഭരണഘടനയ്ക്ക് കൃത്യമായി ഉപയോഗിക്കാൻ സാധിക്കാതെ പോയി എന്നുള്ളിടത്താണ് വട്ടശ്ശേരി തിരുമേനിയുടെ മഹിമ നാം മനസ്സിലാക്കേണ്ടത്. പിന്നീട് തുടർന്നു വരുന്ന കാലങ്ങളിൽ മലങ്കര സഭയുടെ എല്ലാ കേസുകൾക്കും ആധാരമായിരുന്നത് 34 ഭരണഘടനയാണ്. നാം അഭിമാന പുരസ്സരം പറയാറുണ്ട്, സഭയ്ക്ക് പടിയോലകൾ ഉണ്ടായിരുന്നു. യഥാകാലങ്ങളിൽ മലങ്കര മെത്രാപ്പോലീത്തന്മാർ സഭയെ നയിച്ചവരും നടത്തിയിരുന്നെങ്കിലും വട്ടശ്ശേരി തിരുമേനിയാണ് അതിനുള്ളൊരു ക്രമം ജനങ്ങളുടെ ആവശ്യം അനുസരിച്ച് ഇടയന്റെ വിളി കേട്ട് ജനങ്ങൾക്ക് വേണ്ടി ഭരണഘടന രൂപീകരിക്കുവാൻ മുന്നിട്ടിറങ്ങിയത് എന്നുള്ളത് വ്യക്തമാകുന്നുണ്ട്. 2, മുളന്തുരുത്തി സിനഗോസിൽ സഭയ്ക്ക് നേരിടുന്ന പ്രശ്നങ്ങളെ മനസ്സിലാക്കിയ തിരുമേനി അതൊരിക്കലും ആവർത്തിക്കപ്പെടരുത് എന്ന ചിന്തയിൽ തന്നെയാണ് മലങ്കര സഭയുടെ 1-ാം ഖണ്ഡിക മുതലുള്ള വകുപ്പുകളെ കൃത്യമായി വിശകലനം ചെയ്യുന്നത്. നാം ചിന്തിക്കേണ്ടത് വട്ടശ്ശേരി മാർദീവന്നാസ്യൂസ് ഉന്നത വിദ്യാഭ്യാസം നേടിയ വ്യക്തിയായിരുന്നില്ല. ഭാരതത്തിൽ ലഭിക്കുന്ന വിദ്യാഭ്യാസത്തെ മാത്രം ഉൾക്കൊണ്ടുകൊണ്ടും സുറിയാനി സഭയുടെ പൗരാണിക ചിന്തകൾ മാത്രമാണ് അദ്ദേഹം മനസ്സിലാക്കിയിരിക്കുന്നത്. ഹുദായ കാലങ്ങളും അതുമായി ബന്ധപ്പെട്ട പങ്ക്തികൾ മാത്രം വായിച്ചിരുന്ന മാർദീവന്നാസ്യൂസ് ജനാധിപത്യ മൂല്യമുള്ള ഒരു ഭരണഘടനയ്ക്ക് വേണ്ടി ആക്കം കൂട്ടിയെങ്കിൽ അദ്ദേഹത്തിന്റെ ചിന്തകൾ എത്രമാത്രം ഔന്നത്യത്തിൽ നിൽക്കുന്നു എന്ന് മനസ്സിലാക്കണം. 1909 മുതൽ അദ്ദേഹത്തിന്റെ വ്യവഹാര ജീവിതത്തിൽ അദ്ദേഹം മനസ്സിലാക്കിയ ഒരു കാര്യം കൃത്യമായ തെളിവുകളായിരുന്നു കോടതികൾക്ക് ആവശ്യമെന്നുള്ളതാണ്. ഒരു ഭരണ സംവിധാനത്തെ നേർവഴിക്ക് കൊണ്ടുപോകണമെങ്കിൽ ആ കൃത്യമായ തെളിവുകൾ തന്റെ ഭരണ സംവിധാനത്തിൽ ഉണ്ടാകണമെന്നായിരുന്നു. തീർച്ചയായും പറയാൻ സാധിക്കും, മാർദീവന്നാസ്യൂസ് സ്വപ്നം എന്ന മലങ്കര സഭയുടെ ഭരണഘടന പൂർണ്ണമായും ജനാധിപത്യം ആയിരുന്നില്ല. എപ്പിസ്കോപ്പസിയുടെയും ജനാധിപത്യത്തിന്റെയും ഒരുമിച്ചുള്ള പ്രവർത്തനമായിരുന്നു.
അതിൽ കൃത്യമായി നാം ഒരു വിമർശനം ഉന്നയിച്ചാൽ മോർ ദീവനാസ്യോസിന്റെ ഭരണഘടന കൂടുതൽ എപ്പിസ്കോപ്പസിയെ വിശദീകരിക്കുന്ന അല്ലെങ്കിൽ എപ്പിസ്കോപ്പിയോസിക്ക് കൂടുതൽ ശക്തി നൽകുന്നതായിരുന്നു എന്ന് മനസ്സിലാക്കാം. പക്ഷെ ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അദ്ദേഹത്തെ വിസ്തരിച്ച വക്കീലന്മാർ അടക്കം അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് കൃത്യമായ ന്യായങ്ങളെയും അന്യായങ്ങളെയും മനസ്സിലാക്കണം, അത് കുറിക്കുകൊള്ളേണ്ടത് ഉപയോഗിക്കാനും സാധിക്കണം. അതേ സംവിധാനം ഭരണഘടനയിൽ ഇന്നും നിലനിൽക്കുന്നു മലങ്കര സഭയുടെ. അതുകൊണ്ടാണ് മലങ്കര സഭയ്ക്ക് സുഗമമായ ഭരണ നിർവഹണ സംവിധാനം എന്നുള്ളത്. മറ്റുള്ള എല്ലാ ഓറിയന്റൽ സഭകളിലും ഇങ്ങനെ ഒരു സംവിധാനമില്ല. എവിടെയും എപ്പിസ്കോപ്പസിയാണ് കാണുന്നത്. അന്ത്യോക്യൻ സഭയിലടക്കം എപ്പിസ്കോപ്പസിക്കാണ് പ്രാധാന്യം. അവിടെ ജനാധിപത്യത്തെ ഉൾക്കൊള്ളുവാൻ നമ്മുടെ ഐമേനികളും അതോടൊപ്പം തന്നെ വട്ടശ്ശേരി തിരുമേനിയും ഒരുമിച്ച് പ്രവർത്തിച്ചത് കൊണ്ടാണ് മലങ്കര സഭയുടെ ഭരണഘടന 90 വർഷങ്ങൾക്ക് അപ്പുറവും ഇങ്ങനെ പ്രസക്തമായി കൊണ്ടിരിക്കുന്നത്. ആ പ്രസക്തിയിലേക്ക് നമ്മെ നയിക്കുന്ന അദ്ദേഹത്തിന്റെ വിശുദ്ധിയാണ്. ആ വിശുദ്ധി ഇനിയും വളരട്ടെ, അതിന് നമുക്ക് സാധിക്കട്ടെ. നന്ദി, നമസ്കാരം. ത്രിയേക ദൈവത്തിന്റെ ധന്യനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആദരണീയരായ വൈദിക ശ്രേഷ്ഠരെ, ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. ഇന്ന് എനിക്ക് നിങ്ങളോടൊപ്പം അല്പനേരം ചിന്തിക്കുവാൻ ലഭ്യമായിരിക്കുന്ന വിഷയം പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനിയും മലങ്കര സഭ ഭരണഘടനയും എന്നതാണല്ലോ. അതിനെക്കുറിച്ച് ഏതാനും ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊള്ളട്ടെ. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പ്രഖ്യാപിത പരിശുദ്ധന്മാരിൽ ഒരാളായ വട്ടശ്ശേരി ഗീവർഗീസ് മാർ ദീവനാസ്യോസ് തിരുമേനി വലിയ ജ്ഞാനവും ദീർഘവിശ്വാസവുമുള്ള ദൈവഭക്തനായ വിധേയനായിരുന്നു. മലങ്കര സഭ ബാസു എന്ന നാമധേയത്തിൽ അറിയപ്പെടുന്ന തിരുമേനി പ്രാർത്ഥനയുടെയും നിശ്ചയദാർഢ്യത്തിന്റെയും ചടുലതയുടെയും വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു. അസ്തത്തിന് മുന്നിൽ കുഞ്ഞാത്ത വിശുദ്ധൻ, മലങ്കര സഭയുടെ വാസ്തുശില്പി എന്ന് അദ്ദേഹത്തെ വിളിക്കാം. വിശുദ്ധ സഭയുടെ സ്വാതന്ത്ര്യത്തിനും ക്ഷേമത്തിനും വേണ്ടി തന്റെ ജീവിതം സമർപ്പിച്ച മഹത് വ്യക്തിത്വം. 1758 ഒക്ടോബർ 31 മലപ്പള്ളി വട്ടശ്ശേരി കുടുംബത്തിൽ ജോസഫിന്റെയും ഏലിയാമ്മയുടെയും 5ാമത്തെ മകനായി ജനിച്ചു. പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം വെട്ടിക്കൽ ദേറായിൽ ചേർന്നു. 1876 ഒക്ടോബർ 12 ഷെമാശനായും തുടർന്ന് 1879 ഒക്ടോബർ 16 പൂർണ്ണ ഷെമാശനായും സ്ഥാനമേറ്റു. 1880 ജനുവരി 18 പരമല ഗീവർഗീസ് മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പൊലീത്തയിൽ നിന്നും വൈദികനായി അഭിഷേകം ചെയ്യപ്പെട്ടു. പുലിക്കോടിൽ ജോസഫ് മാർ ദീവനാസ്യോസ് മെത്രാപ്പൊലീത്തയിൽ നിന്ന് 1903 നവംബർ 2 റമ്പാൻപട്ടം സ്വീകരിച്ചു. 1908 മെയ് 31 അദ്ദേഹം മെത്രാപ്പൊലീത്തയായി ഉയർത്തപ്പെട്ടു. പുലിക്കോടിൽ ജോസഫ് മാർ ദീവനാസ്യോസ് മെത്രാപ്പൊലീത്തയുടെ കാലശേഷം അദ്ദേഹം മലങ്കര മെത്രാപ്പൊലീത്തയായി സഭാഭരണം ആരംഭിച്ചു. 1910 മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളി നിറഞ്ഞ വർഷം തന്നെയായിരുന്നു. അധികാരത്തിന് വേണ്ടി തങ്ങളുടെ വിശ്വാസം തള്ളി പറയാൻ തയ്യാറായവർ മെത്രാപ്പൊലീത്തമാർ വടശ്ശേരി തിരുമേനിയെ ഒറ്റപ്പെടുത്തി. 1911 അബ്ദുള്ള പാത്രിയർക്കീസ് വടശ്ശേരി തിരുമേനിയെ മുടക്കിയെങ്കിലും കാനൂനികമല്ലാത്തതിനാൽ സഭ അത് അംഗീകരിച്ചില്ല. 1912 അബ്ദുൽ മശിയ പാത്രിയർക്കീസ് ആ മുടക്ക് പിൻവലിച്ചു. വൈദേശിക മേധാവിത്വത്തോട് പോരാടി മലങ്കര സഭയുടെ തനതായ സ്വാതന്ത്ര്യം നിലനിർത്താൻ കാതോലിക്കേറ്റ് സ്ഥാപിച്ചതാണ് തിരുമേനിയുടെ ഏറ്റവും വലിയ സംഭാവന. 1912 കാതോലിക്കേറ്റ് സ്ഥാപനത്തെ സാധൂകരിക്കുന്ന ഒരു ഭരണഘടന സഭയ്ക്കില്ലായിരുന്നു. അന്ത്യോക്യയിലെ പാത്രികേയസായ ഇഗ്നാത്തോസ് അബ്ദുള്ള മശിഹ രണ്ടാമന്റെ സഹായത്തോടെ ഭരണഘടനയുടെ ആദ്യ കരട് തയ്യാറാക്കി. ഈ കരട് 1934 ഭരണഘടന തയ്യാറാക്കാൻ ഉപയോഗിച്ചു. അദ്ദേഹത്തിന്റെ കാലം ചെയ്ത ശേഷമാണ് ഭരണഘടന പാസാക്കിയതെങ്കിലും അതിന്റെ പ്രധാന ശില്പി വടശ്ശേരി തിരുമേനി തന്നെയായിരുന്നു. വിശ്വാസികൾ കൂടി സഭയുടെ ഭരണത്തിൽ പങ്കുചേരുമ്പോഴേ അവരെ സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യത്തിന് അർത്ഥമുണ്ടാവുകയുള്ളൂ. സഭയുടെ പരമാധ്യക്ഷൻ, മെത്രാപ്പൊലീത്തമാർ, കൂട്ടുട്രസ്റ്റികൾ ഇവയൊക്കെ തെരഞ്ഞെടുക്കാൻ ജനങ്ങൾക്ക് അധികാരമുണ്ട്. അവരുടെ കൂടെ പ്രതിനിധികൾ ഉൾപ്പെടുന്ന മാനേജിംഗ് കമ്മിറ്റി, വർക്കിംഗ് കമ്മിറ്റി ഇവയൊക്കെ ചേർന്നാണ് സഭാഭരണം നിർവഹിക്കുന്നത് പോലും. എന്തിനധികം ഓരോ ഇടവകയിലും വിശ്വാസം, പഠനം, ശിക്ഷണം എന്നീ കാര്യങ്ങൾ ഒഴികെ മറ്റെല്ലാ ഭൗതിക കാര്യങ്ങളും മലങ്കര മദ്രാസ് മെത്രാപ്പൊലീത്തമാരുടെ അധികാരത്തോടുകൂടി നിർവഹിക്കാനുള്ള അംഗീകാരം ഇന്ന് നിലവിലുണ്ട്. ഇതെല്ലാം സാധ്യമായത് വടശ്ശേരി തിരുമേനി എന്ന നീതി സൂര്യനെ ദൈവം എടുത്തുപയോഗിച്ചതുകൊണ്ടാണ്.
1934 ഫെബ്രുവരി 23 അദ്ദേഹം തന്റെ ഐഹിക ജീവിതത്തോട് വിട പറഞ്ഞു. 2003 ഫെബ്രുവരി 24 അദ്ദേഹത്തെ സഭ പരിശുദ്ധനായി പ്രഖ്യാപിച്ചു. നല്ല വൃക്ഷം നല്ല ഫലം കായ്ക്കും എന്ന കർത്തൃവചനം നിവർത്തിക്കപ്പെടുന്നതായിരുന്നു തിരുമേനിയുടെ ജീവിതം. മലങ്കര സഭാവാസുരൻ തിരുശീലയ്ക്ക് അപ്പുറവും നീതി സൂര്യനായി ശോഭിക്കുന്നതിൽ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. വടശ്ശേരി ഗീവർഗീസ് മാർ ദീവനാസോസ് മെത്രാപ്പൊലീത്തായുടെ പാവന സ്മരണയ്ക്ക് മുൻപിൽ നന്ദിയുടെയും സ്നേഹത്തിന്റെയും പുഷ്പാർച്ചന അർപ്പിച്ചുകൊണ്ട് ഞാൻ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. പ്രാർത്ഥനയുടെ വൈസ് പ്രസിഡന്റ്, എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ കൂടിയായ ഓൺസേജൻ ഡോക്ടർ ഷൈല ടീച്ചർ, എബ്രഹാം സാർ, പ്രിയപ്പെട്ട ഏവരും, വളരെ മനോഹരമായ ഒരു പ്രസംഗ മത്സരത്തിൻ്റെ അവസാന നിമിഷങ്ങളിലേക്ക് നമ്മൾ കടന്നു നിൽക്കുകയാണ്. ഒരുപക്ഷെ വിഷയം ലഭിച്ചപ്പോൾ നിങ്ങളോടൊപ്പം എനിക്ക് ഒരു ആശങ്കയുണ്ടായിരുന്നു. എങ്ങനെയാണ് നമുക്കിതിനെ സമീപിക്കുവാൻ കഴിയുക, എത്രമാത്രം ആഴത്തിലേക്ക് വിഷയത്തെ കൊണ്ടുപോകുവാൻ കഴിയുന്നൊരാശങ്ക തുടക്കത്തിൽ എനിക്കുണ്ടായിരുന്നെങ്കിലും ഓരോ പുസ്തകങ്ങളും വ്യത്യസ്തങ്ങളായ ചിന്തകളുടെയും വ്യത്യസ്തങ്ങളായ കാഴ്ചപ്പാടുകളുടെയും ഒരു സമാഹാരം എന്ന നിലയിലാണ് എനിക്ക് ബോധ്യപ്പെട്ടത്. അതുകൊണ്ട് തന്നെ എല്ലാ പുസ്തകങ്ങളും വളരെ മികച്ചതാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പല വീക്ഷണങ്ങളിൽ നിന്നുകൊണ്ട് വട്ടശ്ശേരി തിരുമേനിയെയും സഭാ ഭരണഘടനയെയും വീക്ഷിക്കുവാൻ നടത്തിയ ശ്രമം തീർച്ചയായിട്ടും പുതിയ തലമുറയിൽപ്പെട്ട ആളുകളും പഴയ തലമുറയിൽപ്പെട്ട ആളുകളും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന വിഷയമാണ് വട്ടശ്ശേരി തിരുമേനിയുടെ ജീവിതം എന്ന ഒരു ബോധ്യം ഉണ്ടാക്കുന്ന വിധത്തിലുള്ള മനോഹരമായ പുസ്തകങ്ങളായിരുന്നു എന്ന് ആമുഖമായി പറഞ്ഞുകൊള്ളട്ടെ. എങ്കിലും സാങ്കേതികമായി നമുക്ക് ഒരാൾക്ക് 1-ാം സ്ഥാനവും മറ്റൊരാൾക്ക് 2-ാം സ്ഥാനവും മറ്റൊരാൾക്ക് 3-ാം സ്ഥാനവും നൽകേണ്ടതുള്ളതുകൊണ്ട് ഉള്ള ചെറിയ വ്യത്യാസങ്ങൾ മാത്രമാണ് മാർക്കിൽ പൊതുവായി സംഭവിച്ചത് എന്ന് പറയുവാൻ കൂടി ഞാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ ഏതാണ്ട് 3-4 മാസമായി നാം നിരന്തരം കേൾക്കുന്ന 2 വാക്കുകളാണ് വട്ടശ്ശേരി തിരുമേനിയും സഭാ ഭരണഘടനയും. ധാരാളം പഠനങ്ങൾ അതുമായി ബന്ധപ്പെട്ട് സഭയുടെ വിവിധ മേഖലകളിലും സമിതികളിലുമൊക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിഷയം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെയും ഈ പുതിയ കാലഘട്ടത്തിൽ കുറച്ചുകൂടി നമുക്ക് ചിരവചിതമായിട്ടുണ്ട് എന്നതാണ് പ്രഭാഷണം നൽകുന്ന ഒന്നാമത്തെ സൂചന. നമുക്കറിയാം, വട്ടശ്ശേരി തിരുമേനിയെ പരിശുദ്ധനായി പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ സഭാഭാസുരൻ എന്ന വളരെ കൃത്യവും മനോഹരവും അർത്ഥവത്വമായ ഒരു പദപ്രയോഗത്തിലൂടെയാണ് സഭ അറിയുന്നത്. എന്താണ് അദ്ദേഹത്തെ അങ്ങനെ വിളിച്ചത് എന്നതിന് വളരെ വിശദമായ മനോഹരമായ ഒരു നിർവചനം ഡോക്ടർ സാവൂർ ചന്ദ്രപിള്ള നൽകുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പ്രഖ്യാതമായ മലങ്കര സഭാപിതാക്കന്മാർ എന്ന ഗ്രന്ഥത്തിന്റെ വട്ടശ്ശേരി തിരുമേനിയുടെ കുറിച്ചുള്ള പഠനത്തിന്റെ ആരംഭത്തിൽ അദ്ദേഹം ഇങ്ങനെ പറയുന്നു: സ്വയം പ്രകാശിക്കുകയും മറ്റുള്ളവരെ പ്രകാശിപ്പിക്കുകയും ചെയ്യുന്ന സൂര്യധർമ്മം ജീവിതത്തിൽ നിറവേറ്റിയ പിതാവ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ മലങ്കര സഭാപിതാക്കന്മാരുടെ ഗ്രന്ഥം അദ്ദേഹത്തിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത്. ഒരുപക്ഷെ കാലം കഴിയുന്തോറും ഏറ്റവും കൂടുതൽ തെളിമയോടെ ശോഭയോടെ എല്ലാ ചാനങ്ങളെയും മാറ്റി നിർത്തിക്കൊണ്ട് തീക്കുതൽ പോലെ ജ്വലിക്കുന്ന ഒരു വ്യക്തിത്വമായി പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനി മാറുന്നു എന്നതിന്റെ ഒരു തെളിവ് ഈ സമീപകാലത്തെ ചില സംഭവങ്ങളാണ്. 2 സംഭവങ്ങൾ മാത്രം ഞാൻ ചൂണ്ടിക്കാണിക്കുന്നു. ഒന്നാമത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് CGA കുലീനുമായി ബന്ധപ്പെട്ട അനുസ്മരണം സെന്റ് ജോസഫ് കത്തീഡ്രൽ നടത്തിയപ്പോൾ ഒരു ഗവേഷക വിദ്യാർത്ഥി കൂടിയായ വൈദികൻ ഫാദർ കിങ്കരി എന്നാണ് പേര്. അദ്ദേഹം വട്ടശ്ശേരി തിരുമേനിയെ കുറിച്ച് പറഞ്ഞ 1-2 മനോഹരമായ വാക്കുകളുണ്ട്. അദ്ദേഹം പലപ്പോഴും പറയുവാൻ പഠിച്ചിരുന്ന അല്ലെങ്കിൽ വിഘടിത സഹോദരങ്ങൾ പഠിച്ചിരുന്ന ഒരു ചോദ്യത്തിന് അദ്ദേഹം മനോഹരമായ ഉത്തരം പറഞ്ഞു. അന്ന് ആ കാലഘട്ടത്തിൽ 2 പിതാക്കന്മാർ ഭരണസഭയിലുണ്ടായിരുന്നു. അതിൽ വട്ടശ്ശേരി തിരുമേനിയെ എന്തുകൊണ്ട് ഭയങ്കര പത്രാപുറത്തായി തിരഞ്ഞെടുത്തെന്ന് ചോദിച്ചാൽ ആ കാലഘട്ടത്തിലുണ്ടായ നവീകരണ വിശ്വാസ
കഴിവുള്ള ഏക വ്യക്തി അദ്ദേഹം മാത്രമായിരുന്നു പറഞ്ഞുകൊണ്ടാണ് അവർ പ്രസംഗം അദ്ദേഹം അവസാനിപ്പിച്ചത്. കാതോലിക്കിനെ കുറിച്ച് വട്ടശ്ശേരി തിരുമേനിയുടെ അന്തിമ കൽപ്പനയിൽ പറഞ്ഞൊരു വാക്കുണ്ട്. നമ്മുടെ ജീവവിശ്വാസം വരെ കാതോലിക്കിനെ നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കണം. സമീപകാലത്തും വിഘടിത വിഭാഗത്തിന്റെ ഒരു കഥാപ്രസ്ഥാപന വാക്കുകൂടി ഞാൻ കൂട്ടിച്ചേർത്തു. കാതോലിക്കേറ്റ് മലങ്കര സഭയുടെ അനിവാര്യതയാണ്. ഇവിടെയാണ് നൂറ്റാണ്ടുകൾക്ക് മുൻപ് വട്ടശ്ശേരി തിരുമേനിയുടെ ജീവിതം നമ്മുടെ മുമ്പിൽ വീണ്ടും പ്രസക്തമാകുന്നത്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഓർത്തത്, കാലം കഴിയുന്നതോറും അദ്ദേഹം ഉയർത്തിയ ആശയങ്ങളുടെ പ്രസക്തി ഇന്ന് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ സംഭാവനകളെല്ലാം 5 മിനിറ്റിൽ ഒതുക്കുക അസാധ്യമാണെന്നറിയാം. എങ്കിലും എല്ലാ പ്രഭാഷകരും വ്യത്യസ്തമായ അദ്ദേഹത്തിന്റെ മേഖലകളെ കുറിച്ച് വളരെ ഗൗരവത്തോടെ തന്നെ നമ്മുടെ മുമ്പിൽ അനാവരണം ചെയ്തിട്ടുണ്ട് എന്നുള്ളതും സന്തോഷത്തോടെ ഞാൻ സന്ദർഭത്തിൽ സ്മരിക്കുന്നു. വട്ടശ്ശേരി തിരുമേനി കാതോലിക്കേറ്റ് സ്ഥാപിച്ചതായ സന്ദർഭത്തിൽ 1900 വർഷങ്ങൾക്ക് ശേഷം 1958 സുപ്രീം കോടതി വിധി, ആ സന്ദർഭത്തിൽ അത് വിശുദ്ധ ഗീവർഗീസ് ബാബയെ അറിയിക്കുവാനായി അന്ന് KC തോമസ് മക്കാറിയോസ് തിരുമേനി അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് സന്ദേശം അയച്ചതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എഴുതിയ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. ആ കേസിൽ നിരന്തരമായി പരാജയപ്പെട്ടപ്പോൾ ഒരിക്കൽ പഴയ സെമിനാരിൽ നിന്ന് അദ്ദേഹം യൂണിവേഴ്സിറ്റിയെ കാണാൻ പോകുന്ന സന്ദർഭത്തിൽ വിഘടിത വിഭാഗത്തിലെ സഹോദരങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു, കേസ് ജയിച്ചിട്ട് വരും, നിങ്ങളുടെ കാതോലിക്കാരോട് പോയി പറഞ്ഞാട്ടെ. അന്ന് അദ്ദേഹം കുറിച്ചൊരു വാക്ക് ഓർത്തഡോക്സ് പ്രസ്ഥാനത്തിന്റെ സൂര്യനിൽ ഞങ്ങൾ സെക്രട്ടറിയായ സന്ദർഭത്തിലായിരുന്നു ഞങ്ങളത് എഴുതിയിട്ടുണ്ട്. അതിങ്ങനെയാണ്: കാതോലിക്കേറ്റ് ക്രൂശിന്മേൽ കിടന്നപ്പോൾ അതിനെ പരിഹസിച്ചവർക്ക് അയ്യോ കഷ്ടം എന്ന് പറഞ്ഞ് അദ്ദേഹം വീണ്ടും അത് ഉപസ്മരിക്കുന്നത് എങ്ങനെയാണ്? 58 കാതോലിക്കേറ്റിനെ അംഗീകരിച്ചുകൊണ്ട് കോടതി ഉണ്ടായപ്പോൾ അത് പറയുവാനുള്ള ഭാഗ്യവും മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കാം അവർ എന്നോട് പറഞ്ഞത്. ഞാൻ പറഞ്ഞത്, സഭയുടെ ചരിത്രത്തിൽ സഭയുടെ യാത്രയിൽ കാതോലിക്കേറ്റ് എത്രമാത്രം പ്രസക്തമായിരുന്നു എന്ന് ഓരോ ദിവസം കഴിയുന്നതോറും വ്യക്തമാക്കുന്ന സൂചനകളും സംഭവങ്ങളുമാണ് ഇന്നത്തെ നമ്മുടെ സഭാചരിത്രത്തിന്റെ പൊതുവായ പഠന വിഷയം. അതുകൊണ്ട് തന്നെ ഒരു കാലഘട്ടത്തിൽ പരിഹസിക്കപ്പെട്ട കാതോലിക്കേറ്റ് ഇന്ന് എല്ലാ വിഭാഗക്കാരും അത് ഏറെ മൂല്യമാണ് എന്ന് കരുതുന്നുണ്ടെങ്കിൽ വട്ടശ്ശേരി തിരുമേനികളുടെ സ്വാതന്ത്ര്യ ദർശനവും കാതോലിക്കേറ്റിന്റെ മഹിമയും അത് തന്നെയാണ് ഈ ഒരു വിഷയത്തിന്റെ സമഗ്രത എന്ന് വിചാരിക്കുന്നു. പ്രസംഗിച്ച പ്രഭാഷണം നിർവഹിച്ച ഏവരോടുമുള്ള നന്ദി എനിക്ക് ടീച്ചറിന് വേണ്ടി ഞങ്ങൾ അറിയിക്കുന്നു. തീർച്ചയായിട്ടും ഉയർന്ന നല്ല പ്രഭാഷകർ നമ്മുടെ ഇടയിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട്. പ്രത്യേകിച്ചും യുവതലമുറ സജീവമായി നമ്മുടെ സഭാചരിത്രവുമായി ബന്ധപ്പെട്ട് ധാരാളം പഠനങ്ങൾ നടക്കുന്നതൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ ഞങ്ങൾ കാണുന്നുണ്ട്. അതുതന്നെ സഭയുടെ ഭാവിയെക്കുറിച്ചുള്ള ഒരു ശുഭസൂചനയാണ് ഇന്ന് കൂടുതൽ വ്യക്തമായി ബോധ്യപ്പെടുന്ന ഒരു കാലം കൂടിയാണ്. കൂടുതൽ പഠനങ്ങൾ ഉണ്ടാവട്ടെ. തിരുമേനിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് പ്രധാനമായും 2-3-4 പഠനങ്ങളെയാണ് നമ്മൾ ആശ്രയിക്കുന്നത്. ഒന്ന്, ഇസ്ലാംബാഗത്തിന്റെ മലങ്കര നസ്രാണികൾ എന്ന് പറയുന്ന ബഹുഗ്രന്ഥത്തിന്റെ 2 പ്രധാന മൂല്യങ്ങൾ ഡോക്ടർ സാമുൽപടിയുടെ മലങ്കര സഭാപിതാക്കന്മാർ, CK കൊച്ചുകോശിയുടെ വിശുദ്ധൻ, ഈ 2-3 ഗ്രന്ഥങ്ങളാണ് കൂടുതൽ മാറ്ററുകൾ ലഭിക്കുവാൻ കൂടുതൽ പ്രസക്തമായ ഗ്രന്ഥങ്ങൾ എനിക്ക് തോന്നുന്നു. പുതിയ കാലത്തും ധാരാളം ഗ്രന്ഥങ്ങൾ ഉണ്ടാവുന്നുണ്ട്. തിരുമേനിയുടെ കൽപ്പന ബുക്കുകൾ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതൽ ഉച്ചസ്ഥലമായി തിരുമേനി ജീവിതത്തെ പഠിക്കുക, ഒരു ഇതിഹാസമായി തീർന്ന ആ മഹാമനുഷ്യന് മുൻപിൽ ശ്രദ്ധാഞ്ജലി. സാധാരണഗതിയിൽ ഒരു പ്രസംഗ മത്സരം പോലെയല്ല നമ്മെ സംബന്ധിച്ചിടത്തോളം സഭയുമായി ബന്ധപ്പെട്ട ഒരു പ്രസംഗ മത്സരം നമ്മൾ ഉദ്ദേശിക്കുന്നത് സഭയെയും സഭാപിതാക്കന്മാരെയും സഭാചരിത്രത്തെയും ഒക്കെ അറിയുകയും മറ്റുള്ളവർക്ക് ശരിയായ രീതിയിൽ വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു സംരംഭം എന്ന നിലയിലാണ്.
അതുകൊണ്ട് തന്നെ ഒന്നോ രണ്ടോ ചെറിയ വാക്കുകളുടെയോ കണ്ടന്റിന്റെയോ വ്യത്യാസത്തിൽ വരുന്ന 1, 2, 3 സ്ഥാനങ്ങളെക്കാൾ ഞാൻ വിലമതിക്കുന്നത് ഇതിനായി പ്രയത്നിക്കുകയും ഏറ്റവും ഭംഗിയായി അത് അവതരിപ്പിക്കുകയും മറ്റുള്ളവരിലേക്ക് ചെന്നെത്താനായിട്ട് കഴിയുകയും ചെയ്യുന്ന ഈ സംരംഭത്തിൽ പങ്കെടുത്തു എന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ മത്സരത്തിന്റെ വിജയത്തെക്കുറിച്ചല്ല, മറിച്ച് സഫലമായി ഈ ഒരു സന്ദർഭം വിനിയോഗിക്കാൻ കഴിഞ്ഞു എന്നുള്ള നിലയിൽ ഇതിൽ പങ്കെടുത്ത ഓരോരുത്തരെയും ഞാൻ അനുമോദിക്കുകയാണ്. ഇതിന്റെ സംഘാടകരെയും നന്ദിപൂർവ്വം സ്മരിക്കുന്നു. ഇവിടെ നടന്ന പ്രസംഗ മത്സരത്തെ പറ്റിയുള്ള അവലോകനം നമുക്ക് നൽകിയിരിക്കുന്ന വിഷയം തീർച്ചയായും മുൻപ് അറിഞ്ഞിരുന്ന 2 വിഷയങ്ങളിൽ ഒന്നാണ് എന്നതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം കൃത്യമായും ലഭിക്കുന്ന വിവരങ്ങളും രേഖകളും ഒക്കെ ഒന്നായിരിക്കും. അതുകൊണ്ട് സാധാരണഗതിയിൽ ഒരു ആവർത്തനം എന്നുള്ള നിലയിലാണ് ഇത്തരം പ്രസംഗ മത്സരങ്ങൾ കാണാറ്. പക്ഷേ ഇന്ന് അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരുന്നു. ഓരോരുത്തരും തിരുമേനിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ടും സഭയുമായി ബന്ധപ്പെട്ടും അവനവൻ്റെതായ കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് സ്വാഗതാർഹമാണ്. എന്ന് തന്നെയല്ല, സഭയുടെ ഭരണഘടനയെക്കുറിച്ചും സഭയുടെ പിതാക്കന്മാരെ കുറിച്ചും നല്ല രീതിയിലുള്ള അവബോധം 2 തലമുറകളും ഒരുപോലെ ഏറ്റെടുത്തു എന്നുള്ളതും എനിക്ക് വളരെ സന്തോഷകരമാണ്. ഈ ഒരു സഭാ സ്നേഹവും വിശ്വസ്തതയും തുടർന്ന് പുലർത്താൻ സഭയുടെ വരും തലമുറയ്ക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇത്തരം സംരംഭങ്ങൾക്ക് ഇനിയും വേദികളായി മാറുകയും നമുക്ക് സഭയെ ശക്തിയോടുകൂടി കൊണ്ടുപോകാൻ സാധിക്കുകയും ചെയ്യട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വിരമിക്കുന്നു.